ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം സുന്ദരകാന്ഡത്തിലെ 47-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ 5 സേനാപതികളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ഹനുമാനെ ശത്രുക്കളെ കാത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ആ ഹനുമാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ രാക്ഷസ രാജാവ് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന അക്ഷകുമാരനെ ചോദ്യ രൂപത്തിൽ നോക്കി. അതിലെ പ്രചോദനം ഉൾക്കൊണ്ട അക്ഷകുമാരൻ തൻ്റെ കാഞ്ചന ചിത്ര കാർമുഖവും എടുത്തുകൊണ്ട് തങ്കം കൊണ്ട് പൊതിഞ്ഞതും ബാലസൂര്യനെ പോലെ ശോഭിക്കുന്നതും മനോവേഗത്തിൽ സഞ്ചരിക്കുന്നതുമായ 8 കുതിരകളെ പൂട്ടിയ രഥത്തിൽ മഹാകവിയെ നേരിടാനായി പുറപ്പെട്ടു. ഇടിമിന്നൽ പോലെ ജ്വലിക്കുന്നതും ആകാശത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതും ആവനാഴി 8 വാളുകൾ എന്നീ സജ്ജീകരണങ്ങളോടെ ഒരുക്കി നിർത്തിയതും എല്ലാ സാമഗ്രികളും ഉള്ളതുമായ രഥമാണ് അക്ഷകുമാരൻ കയറി പുറപ്പെട്ട രഥം. ആ അക്ഷകുമാരൻ ബലവാന്മാരായ സേനയോടുകൂടി ഗോപുരവാതിൽക്കൽ കാത്തുനിന്ന കവിയെ സമീപിച്ച് ബഹുമാനം സ്ഫുരിക്കുന്ന കണ്ണുകളാലെ നോക്കി. അക്ഷകുമാരന് വിസ്മയവും സംഭ്രമവും ഉണ്ടായി എന്ന് 8-ാം ശ്ലോകത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അക്ഷകുമാരൻ തൻ്റെ ഊക്കും കവിയുടെ ഊക്കും തുലനം ചെയ്തുകൊണ്ട് യുദ്ധം ഏത് വിധത്തിൽ വേണം എന്നുള്ളതിനെപ്പറ്റി ചിന്തിച്ചു. ആ ചിന്തകൾ അവലോകനം ചെയ്തുകൊണ്ട് 3 മൂർച്ചയുള്ള ശരങ്ങൾ കവിയുടെ നേരെ വിട്ട് യുദ്ധത്തിന് പ്രേരിപ്പിച്ചു. തങ്കം കൊണ്ടുള്ള തോൾവളകളും മനോഹരങ്ങളായ കുണ്ടലങ്ങളും അണിഞ്ഞ പരാക്രമശാലിയായ അക്ഷകുമാരനും ഹനുമാനും തമ്മിലുള്ള യുദ്ധം ദേവാസുരന്മാർക്കെല്ലാം ഉദ്വേഗം ഉളവാക്കുന്ന രീതിയിലായിരുന്നു. ആ യുദ്ധം ആകാശത്തിൽ ഇരമ്പിയപ്പോൾ ഭൂമി കുലുങ്ങുകയും സൂര്യൻ മങ്ങുകയും വായു നിശ്ചലമാവുകയും പർവ്വതം വിറയ്ക്കുകയും കടല് ഇളകി മറിയുകയും ചെയ്തു. അക്ഷകുമാരൻ നെയ്ത ശരങ്ങൾ ഹനുമാന്റെ ശരീരത്തിലെ രക്തം പൊടിയുന്നതിനും കോപം വർദ്ധിക്കുന്നതിനും കാരണമായി. അപ്പോൾ ഹനുമാൻ തൻ്റെ ആകാരം ഒന്ന് വർദ്ധിപ്പിച്ചു. അക്ഷകുമാരനെയും വാഹനങ്ങളെയും സൈന്യത്തെയും ദഹിപ്പിക്കുമാറ് രൂക്ഷമായി ഒന്ന് നോക്കി. അക്ഷകുമാരൻ ഇടതടവില്ലാതെ ശരങ്ങൾ എഴുതുകൊണ്ടിരുന്നു. ഹനുമാൻ ഉത്സാഹത്തോടു കൂടി അക്ഷകുമാരനെ നോക്കി ഒന്ന് ഗർജിച്ചു. അപ്പോൾ അക്ഷകുമാരൻ ഹനുമാന്റെ നേരെ കുതിച്ചു. അപ്പോൾ ഹനുമാൻ ഒന്നുകൂടി ഗർജിച്ചുകൊണ്ട് അതിഭയങ്കര രൂപത്തിൽ നഭസ്സിലേക്ക് കുതിച്ചു ചാടി. അത് കണ്ട അക്ഷകുമാരൻ വീണ്ടും ശരങ്ങൾ ചൊരിഞ്ഞു. അത് ശരീരത്തിൽ ഏൽക്കാതെ ഹനുമാൻ വായു സേവിതമായ വാനിലെ ശരങ്ങൾക്കിടയിലൂടെ ഒഴിഞ്ഞ് മാറി സഞ്ചരിച്ചു. അക്ഷകുമാരനെ ബഹുമാനത്തോടുകൂടി വീക്ഷിച്ച് ഹനുമാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയിൽ പെട്ടു. ആ സകല യുദ്ധതന്ത്രങ്ങളും അറിയുന്ന ഇവനെ കൊല്ലുന്നതിന് എനിക്ക് അത്ര താല്പര്യമില്ല എന്ന് ഒരു ചിന്ത ഹനുമാന്റെ മനസ്സിൽ ഉണ്ടായി. ഇവന്റെ പരാക്രമം സുരാസുരന്മാർക്ക് പോലും ഉൾക്കിടിലമുണ്ടാക്കുന്നതാണ് എന്ന് ഹനുമാന് തോന്നി. എന്നാൽ ഇവനോട് ഉപേക്ഷാഭാവം കൈക്കൊണ്ടാലേ എനിക്ക് പരാജയമായിരിക്കും ഫലം. അവൻ്റെ പരാക്രമം സമയം കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാലേ വധിക്കാതെ തരമില്ല എന്ന അവസ്ഥയാണ് ഹനുമാന് വന്നു ചേർന്നത്. അതുകൊണ്ട് അല്പം പോലും ഉപേക്ഷ പാടില്ല ഈ കാര്യത്തിൽ എന്ന് ഹനുമാൻ തീരുമാനിച്ചു. ആകയാൽ അവനെ വധിക്കുന്നതിന് മുന്നോടിയായി 8 കുതിരകളെ മരുതി പ്രഹരിച്ച് വീഴ്ത്തി. ഹനുമാന്റെ അടിയേറ്റ് തകർന്ന രഥം തണ്ടൊടിഞ്ഞ് കൂട് തകർന്ന് കുതിരകൾ ചത്ത് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വീണപ്പോൾ അക്ഷകുമാരൻ രഥം വെടിഞ്ഞ് വില്ലും അമ്പും എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. ആ സമയം ഹനുമാൻ അവൻ്റെ കാലുകൾ ബലമായി പിടിച്ച്
വളരെ ശക്തിയിൽ ചുഴറ്റി ഭൂമിയിലേക്ക് എറിഞ്ഞു. അവൻ കൈകാലുകളും തണ്ടല്ലും കഴുത്തും തകർന്ന് ഒടിഞ്ഞ് എല്ലുകൾ നുറുങ്ങി ചോരയൊലിപ്പിച്ച് കണ്ണു തുറച്ചുകൊണ്ട് ഭൂമിയിൽ വീണ് മരണപ്പെട്ടു. ഹനുമാനാൽ അശ്വകുമാരൻ വധിക്കപ്പെട്ടപ്പോൾ ഋഷിമാരും ഭൂതങ്ങളും യക്ഷപന്നഗാദികളും ഇന്ദ്രനോടുകൂടി ദേവന്മാരും എത്തിച്ചേർന്ന് അശ്വകുമാരനെയും കവിയെയും വിസ്മയത്തോടുകൂടി നോക്കി നിന്നു. അപ്പോൾ ഹനുമാൻ അടുത്ത ശത്രുവിനെ കാത്ത് അവിടെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് 47 സർഗം പൂർത്തിയാവുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.